Morning. ആരുമില്ലല്ലോ ക്ലാസ്സില്. ഒരു കുട്ടി മാത്രം ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ബാക്കിയുള്ളവരൊക്കെ എവിടെ സാധ്യ? ക്രിസ്മസ് ആഘോഷമായോ? അവർക്ക് ക്രിസ്മസിന്റെ തിരക്കിലായിരിക്കും അല്ലെ? അറിയില്ല. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയായിരുന്നു മാം. ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ തന്നെയായിരുന്നു. സാധ്യ മാത്രം ഉണ്ടായിരുന്നല്ലോ. അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ 10:45 ഒക്കെ കഴിഞ്ഞപ്പോഴും ആൾക്കാർ വന്നു തുടങ്ങി. ആ സാധ്യ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ മാം. ഓക്കെ. ഓക്കെ. വൺ മിനിറ്റ് ഒന്ന് മ്യൂട്ട് ആക്കിക്കോട്ടെ. ബാക്കി എല്ലാവരും വരണ്ടല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് എടുത്തൊന്ന് റിവൈസ് ചെയ്യാം.
സിഗ്നിഫിക്കൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ്. ടാലന്റ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാലന്റ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ മീനിങ്, സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യങ്ങൾ എന്താണ്, ചെറിയ ചെറിയ ബോക്സുകളിലാക്കി അല്ലെ, ഒരു സർക്കിളിൽ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട് അല്ലെ. എന്താണ് ആ പിക്ചർ നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐഡന്റിഫൈയിങ് റിക്വയർഡ് ടാലന്റ്, implementing compensation plans, performance appraisal system, nurturing the talent, retaining the talent, aligning acquired talent, training and development of competencies, right section of the talent. ഇനി എന്താണ് ഐഡന്റിഫൈയിങ് റിക്വയർഡ് ടാലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ ഗോൾ നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എന്ത് സ്കില്ലാണ്, അതുപോലെ തന്നെ എന്തൊക്കെ നോളജ് ആണ് വേണ്ടത്, അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയാണ് ഐഡന്റിഫൈയിങ് റിക്വയർഡ് ടാലന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അവിടെ ഓർഗനൈസേഷനിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള വേക്കൻസിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെയുള്ള എംപ്ലോയീസിനെ വേണം നമ്മൾ എന്താണ് റിക്രൂട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി എന്താ ഇംപ്ലിമെന്റിംഗ് കോമ്പൻസേഷൻ പ്ലാൻസ്. ഇനി കോമ്പൻസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പാക്കേജുകൾ, കോമ്പൻസേഷൻ പാക്കേജുകൾ ഡിസൈൻ ചെയ്യുക അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്തെടുക്കണം. അവർ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കും അല്ലെ. അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ, കോമ്പൻസേഷൻ പാക്കേജുകൾ നമ്മൾ പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യാം. എന്താണ് കോമ്പൻസേഷൻ പാക്കേജ് എന്ന് പറഞ്ഞാല്, ഏറ്റവും കൂടുതൽ ആളുകള് ഇപ്പൊ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും, സാലറി ആയിരിക്കും അല്ലെ. അവന് കിട്ടുന്ന ബെനഫിറ്റ് ആണ് അവന് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മറ്റുള്ളവരെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള സാലറി എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങള് ആസൂത്രണം ചെയ്യാം. പിന്നെ എന്താ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. എന്താണ് കാൻഡിഡേറ്റിന്റെ പെർഫോമൻസ് അല്ലെ, കാൻഡിഡേറ്റിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടതായിട്ടുള്ള മേഖലകൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു സംവിധാനമാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നർച്ചറിങ് ടാലന്റ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എന്താണ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, മോട്ടിവേഷൻ ഗൈഡൻസ് ഒക്കെ കൊടുക്കുക അല്ലെ എംപ്ലോയീസിന്. അവരുടെ മേഖലകൾ, അവർ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ, ഒരു ഓർഗനൈസേഷനിൽ അവരെ എന്താണ് അവരെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് കരുതാനായിട്ട് നമ്മൾക്ക് ഇപ്പോ എന്തെങ്കിലും എന്താ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും സർവീസ് നമ്മൾ കൊടുക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവരോട് നമ്മൾ എന്താ ഡിസിഷൻസ് ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. ഡിസിഷൻസ് ചോദിക്കുമ്പോൾ എന്താണ് അവരെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ എന്താണ് ഒരു പങ്കാളികളാക്കുന്നുണ്ട് അല്ലെ അതിനകത്ത്. അപ്പൊ അവർക്ക് എന്താണ് നല്ലൊരു ഫീലിംഗ് കിട്ടും, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളൊരു അംഗമായിട്ട് കരുതുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവർ നല്ല രീതിയിൽ അവരുടെ ജോലികൾ ചെയ്യാനായിട്ട് അവർക്ക് മോട്ടിവേഷൻ ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നതിലൂടെ നല്ല രീതിയിൽ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് റീറ്റെയിനിങ് ദ ടാലന്റ്. റീറ്റെയിനിങ് ദ ടാലന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതേ ഇടപഴകാനായിട്ടും പ്രചോദിപ്പിക്കാനായിട്ടും തന്ത്രങ്ങള് നമ്മൾ നടപ്പിലാക്കുക. അതുവഴി എന്താ മറ്റുള്ളവര് എംപ്ലോയീസ് ഈ ടേൺ ഓവർ അല്ലെ, ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ എങ്ങനെയാ അവരെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ നമ്മൾ എങ്ങനെയാണ് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇപ്പോ ആഡ്സുകൾ അല്ലെങ്കിൽ ചിലവരൊക്കെ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് കാണാൻ പറ്റും അല്ലെ. അവരുടെ ഓഫീസില് ബെസ്റ്റ് പെർഫോമർ അല്ലെങ്കിൽ ഈ വർഷത്തെ പെർഫോമർ ആരാണെന്ന് വെച്ചാല് അവർക്ക് നല്ല മൂവ്മെന്റ് അല്ലെങ്കിൽ എന്താ നല്ല രീതിയിൽ ക്യാഷ് പ്രൈസ് ഒക്കെ കൊടുക്കുന്നത്, ഇൻക്രിമെന്റുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മള്.
അപ്പൊ അതുപോലെ തന്നെ അവര് നല്ല റിവാർഡുകൾ കൊടുത്ത് നമ്മളെ അനുമോദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ഒരു മോട്ടിവേഷൻ ആണ്, ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. മറ്റുള്ളവർക്കും അത് കാണുമ്പോൾ എന്താ ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും ഇനി നെക്സ്റ്റ് ടൈമില് എനിക്കും അതുപോലെ വാങ്ങിക്കണം എന്നുള്ളൊരു ഒരു വാശി അവരില് ഉളവാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റിവാർഡുകൾ നമ്മൾ കൊടുക്കുന്നതിലൂടെയും അങ്ങനെയുള്ള പ്ലാനുകൾ നടത്തുന്നതിലൂടെയും ഓരോ എംപ്ലോയീസിന്റെ മനസ്സിലൊരു വാശി നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടും ഇടവരുന്നുണ്ട്. അക്യൂർ ടാലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കമ്പനീസിന് ഓരോ നിയമങ്ങള്, പോളിസീസ്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഉറപ്പാക്കണം നമ്മള്. പിന്നെ എന്താണ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോമ്പിറ്റൻസീസ്, എന്താണ് സ്കില്ലുകൾ അല്ലെ. ഓരോ കാര്യങ്ങളിലും ട്രെയിനിങ്ങുകള്, പ്രാക്ടീസുകള് ഇതൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവരുടെ നോളജ് ഇംപ്രൂവ് ആകും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, ഓരോ എംപ്ലോയീസിനും ഓരോ സ്കില്ല് ആവണമെന്നില്ല. അതുപോലെ തന്നെ ഓരോ എംപ്ലോയീസിനും നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടാവണമെന്നില്ല അല്ലെ. ചിലർക്ക് കൂടാം, ചിലർക്ക് കുറയാം. അപ്പൊ ഓരോരുത്തരുടെ കാര്യങ്ങളെ ആർക്ക് ഇപ്പൊ എന്തിലാണോ കുറവ്, സ്കില്ലിലാണോ നോളജിലാണോ കുറവ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ, നോളജ് ആവാം, സ്കില്ലാവാം, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങള് ഓരോ എംപ്ലോയീസിനും കൊടുക്കാം. ചില പ്രാക്ടീസുകളിലൂടെയും ചില വർക്ക്ഷോപ്പുകളിലൂടെയും ചില ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയൊക്കെ അവരുടെ സ്കില്ല്, നോളജ് ഇംപ്രൂവ് ആവാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. റൈറ്റ് സെക്ഷൻ ഓഫ് ടാലന്റ്, എന്താണ് ഏറ്റവും മികച്ച കാൻഡിഡേറ്റിനെ തിരിച്ചറിഞ്ഞിട്ട് തെരഞ്ഞെടുക്കുക അല്ലെ. നമ്മൾ ഇന്റർവ്യൂയിലൂടെയും കാര്യങ്ങളിലൂടെയും ആണ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസേഷനിലേക്ക് വാക്കൻസികൾ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഏറ്റവും നല്ല യോജിച്ചതായിട്ടുള്ള ആളുകളെ ഫ്യൂച്ചറില്, നമ്മുടെ ഭാവിയിൽ അല്ലെ, ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള സ്കില്ലുള്ള, ക്വാളിറ്റിയുള്ള റൈറ്റ് പേഴ്സൺ വേണം നമ്മൾ തെരഞ്ഞെടുക്കാൻ. ഇത്തരം കാര്യങ്ങളാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ഓക്കെ കുറച്ചു പേരൊക്കെ വന്നു എന്ന് തോന്നുന്നു അല്ലെ. ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ സാധ്യ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾ സാധ്യ ഇപ്പൊ പറഞ്ഞു എന്താ 45 മിനിറ്റ് കഴിയുമ്പോഴാണ് ഓരോരുത്തർ വന്നു തുടങ്ങുന്നത് അല്ലെ. ഓക്കെ, ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണോ എല്ലാവരും? ആണോ? അല്ലെങ്കിൽ വീട്ടിലെ തിരക്കോ, ഓഫീസിലൊക്കെയാണോ? Okay, the basic purpose of talent management is to recruit, develop and retain the best talent in the organization. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്, ടാലന്റ് മാനേജ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? റിക്രൂട്ട് ചെയ്യാം അല്ലെ, ആളുകളെ റിക്രൂട്ട് ചെയ്യാം. നമ്മുടെ ഓർഗനൈസേഷനിൽ റിക്രൂട്ട് ചെയ്തെടുക്കാം. അവരുടെ ഓരോ കാര്യങ്ങളും, സ്കില്ലായാലും നോളജ് ആയാലും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിർത്തുക അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനില് നമ്മുടെ ആളുകളെ നിലനിർത്താൻ, എംപ്ലോയീസിനെ നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സാലറി, ബോണസ് അല്ലെ. അവർക്ക് വേണ്ടതായിട്ടുള്ള, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം നമ്മൾ അല്ലെ. ഏറ്റവും ക്വാളിറ്റിയുള്ള, അതുപോലെ തന്നെ നോളജ്, സ്കില്ലുള്ള ആളുകളെയാണ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കിട്ടുന്നതെങ്കിൽ ഈ അങ്ങനെയുള്ള ഒരു എംപ്ലോയീസ് ആണെങ്കിൽ എന്താ, നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു അസറ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ നല്ല രീതിയിൽ സ്കില്ലുള്ള ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങളും, ഇപ്പൊ സ്കില്ല്, നോളജ് ഒക്കെ കുറവാണെങ്കിൽ, കോൺഫിഡൻസ് ഒക്കെ കുറവാണെങ്കിൽ എന്ത് ചെയ്യാം, അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടതായിട്ടുള്ള പ്രാക്ടീസുകളും ട്രെയിനിങ്ങുകളും ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ അവരെ നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് ഓഫർ ചെയ്യാം. The HR department always endeavors to make sure that the employees with the right skills and the qualities stay with the organizations for long time. എന്താ പറയുന്നത്?
ഒരു എന്താണ് ശരിയായ കഴിവുകളും അതുപോലെ തന്നെ ഗുണങ്ങളുമുള്ള ജീവനക്കാര് സ്ഥാപനത്തില് ദീർഘകാലം തുടരുന്നുവെന്ന് ഉറപ്പാക്കാനായിട്ട് HR മാനേജേഴ്സ് അല്ലെങ്കിൽ HR വകുപ്പുകള് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് അല്ലെ. എന്താണ് ശരിയായ കഴിവുകളും ഗുണങ്ങളുമുള്ള ജീവനക്കാര് സ്ഥാപനത്തില് ദീർഘകാലം തുടരേണ്ടത് നമ്മുടെ ആവശ്യമാണ് അല്ലെ. എന്തൊരു കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സ്കില്ലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്തൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് തരണം ചെയ്യാനായിട്ട് ഈ എംപ്ലോയീസ് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ. നല്ല സ്കില്ലും കഴിവുകളും ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഒരു ഗോൾ ഉണ്ട്, ഒരു മിഷൻ ഉണ്ട്, വിഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അത്തരത്തിലുള്ള സ്കില്ലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്തെടുക്കാൻ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ ലോങ് പീരീഡ് ഓഫ് ടൈം നമ്മുടെ ഓർഗനൈസേഷനിൽ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. But most important functions of talent management are as follows. Okay, ആ ഫങ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കി. ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞാൽ പറയണം കേട്ടോ. Okay, നോക്കാം. The most important functions of talent management are as follows. First point എന്താ? Establishing high performance workforce. അല്ലെ, ടാലന്റ് മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ പെർഫോമൻസ് ഉള്ള വർക്ക് ഫോഴ്സ് ആണ് അല്ലെ. നമ്മൾ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള എന്താ ക്വാണ്ടിറ്റി അല്ലെ, നമുക്ക് എന്താണ് ക്വാളിറ്റി ഉള്ള ആളുകളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെ. നല്ല രീതിയിൽ ഹൈ പെർഫോമൻസ് ചെയ്യുന്ന, നല്ല രീതിയിലുള്ള നോളജ്, സ്കില്ല് ഇതൊക്കെയുള്ള ആളുകളെയാണ് ഈ ടാലന്റ് മാനേജ്മെന്റിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ എന്താ? അട്രാക്ടിങ് ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ ആൻഡ് റീറ്റെയിനിങ് ദം ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് റിഫ്രഷ്മെന്റ്. ഇനി എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത്? അവരെ നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കണം അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ കൊടുക്കാൽ അവർക്ക്. എങ്ങനെയാണ്? ഇപ്പൊ സാലറി ബെനിഫിറ്റ്, അതുപോലെ തന്നെ പ്രമോഷൻ, ട്രാൻസ്ഫർ, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെ, ടാർജറ്റ് ഇല്ല, അതുപോലെ തന്നെ സ്ട്രെസ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഓഫർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഓരോ എംപ്ലോയീസിനെ നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതുവഴി നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ എന്താണോ അത് ഐഡന്റിഫൈ ചെയ്ത് അത് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? അപ്പോ അതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, അട്രാക്ടിങ് ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ ആൻഡ് റീറ്റെയിനിങ് ദം ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് റിഫ്രഷ്മെന്റ് അല്ലെ. നല്ല രീതിയിൽ എംപ്ലോയീസിനെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ സ്കില്ലുകള്, നോളജുകള്, അതുപോലെ തന്നെ ക്വാളിറ്റീസ്, അവരുടെ എബിലിറ്റീസ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നിലനിർത്താനായിട്ട് അല്ലെ, കൊഴിഞ്ഞുപോക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നിലനിർത്താനായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഇംപ്രൂവ് ആകും, അവർക്ക് മോട്ടിവേഷൻ ഡെവലപ്പ് ആകും അല്ലെ. ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ അതേഴ്സ് ഒന്നും കൂടാതെ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെ. നല്ല രീതിയിൽ എന്താണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ടാലന്റ് മാനേജ്മെന്റിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നല്ല രീതിയിലുള്ള അവരുടെ ഗോള്, മിഷൻ, അതുപോലെ തന്നെ അവരുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെ, പോളിസീസ് പ്രൊസീജിയേഴ്സിനനുസരിച്ച് നല്ല രീതിയിൽ അതൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടും സക്സസിലേക്ക് നയിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ആസ് untrained and unskilled workforce leads to wastage of time and commitment of errors which is not cost effective. അപ്പൊ എന്താ പറയുന്നത്? നല്ല രീതിയിലുള്ള പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെ, ഇപ്പോ അൺട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ആണെങ്കിൽ എന്താണ് അവർക്ക് എന്താണ്? ഇപ്പൊ അൺട്രെയിൻഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾക്ക് നല്ല രീതിയിൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ഓരോ കാര്യങ്ങളും അല്ലെ, ഇപ്പൊ 1 month തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കില്ല അല്ലെ. അൺസ്കിൽഡ് ആയിട്ടുള്ള അവർക്ക് നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കണം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അവരുടെ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, നോളജുകൾ ഇംപ്രൂവ് ആക്കിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ എന്താണ് വളരെ കോസ്റ്റും ആകുന്നുണ്ട്. അതുപോലെ തന്നെ ടൈമിങ്ങും വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോ തന്നെ അങ്ങനെയുള്ള എംപ്ലോയീസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരെ അതിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് ആ ജോലിയിലേക്ക് ഒന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിനുക്കിയെടുക്കാനായിട്ട്
എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ട്രെയിനിങ്ങുകൾ കൊടുക്കണം, മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യാം, അവരുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഇംപ്രൂവ് ആക്കാം അല്ലെ. അപ്പൊ എന്താണ് ഇത്തിരി ടൈം എടുക്കും അല്ലെ. ഇപ്പൊ നമ്മള് ഒരാളുടെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മെരുക്കി എടുക്കുന്നതിന് ടൈം എടുക്കും. അതുപോലെ തന്നെയാണ് എന്ത് ഇവിടെയുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള അൺട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരുമ്പോ അവരുടെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടും നോളജ് ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ടും അവരെ ആ ഒന്ന് നമ്മൾ പൊരുത്തപ്പെടുത്ത് അല്ലെ. എന്താ നമ്മുടെ ഓർഗനൈസേഷനുമായിട്ടൊന്ന് എന്താ എന്താ പറയാ ഒന്ന് ഇതാക്കാനായിട്ട് അല്ലെ, ഓർഗനൈസേഷനുമായിട്ട് ഒന്ന് ഇടപെടാനായിട്ട് ഇത്തിരി ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതെന്താ കോസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ടൈമും നമുക്ക് കുറെ എടുക്കുന്നുണ്ട് അല്ലെ. അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ടായാലും അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കാനായിട്ടായാലും അവരുടെ എന്താ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഇതിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് അല്ലെ, ആ ട്രാക്കിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് വളരെ ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കോസ്റ്റും ആകുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടതായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് അത്യാവശ്യമാണ് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ് റീറ്റെയിൻ ടാലന്റഡ് ആൻഡ് ഹൈ പെർഫോമിംഗ് എംപ്ലോയീസ്. എന്താണ് ടാലന്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ടാലന്റ് മാനേജ്മെന്റിലൂടെ അല്ലെ. നല്ല സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്തെടുക്കുന്നത്. അപ്പോ നല്ല സാലറികള്, അതുപോലെ തന്നെ വർക്കിംഗ് എൻവയോൺമെന്റുകള്, നല്ല രീതിയിലുള്ള മോട്ടിവേഷനുകള്, ഗൈഡൻസുകള്, സൂപ്പർവിഷൻ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നിലനിർത്താനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. അവിടെ നമ്മുടെ ഓർഗനൈസേഷൻ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരാളും നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് മറ്റു ഓർഗനൈസേഷനിലേക്ക് പോകാനായിട്ട് ഇടവരില്ല അല്ലെ. നല്ല സാലറി ബെനിഫിറ്റ്സ് ഉണ്ട്, നല്ല സപ്പോർട്ടിംഗ് ആണ്, എല്ലാവരും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് അല്ലെ. നമ്മുടെ മേലധികാരികളായാലും നമുക്ക് സപ്പോർട്ടിംഗ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ നിന്ന് പോകാനായിട്ട് ഇടവരില്ലല്ലേ, അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് എന്താണ് ജോയിൻ ചെയ്യാനായിട്ട് ഇടവരുന്നില്ല. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നിലനിർത്താനായിട്ട് അവർ നിലനിന്ന് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താ ensuring growth and innovation in the organization അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സ്കില്ലുള്ള നോളജ് ഉള്ള എംപ്ലോയീസ് ആണ് നിലനിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എംപ്ലോയീസ് ആണ് ഉള്ളതെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തുണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് പുതിയ പുതിയ ടെക്നോളജീസ് ആയാലും പുതിയ പുതിയ സർവീസ് ആയാലും പുതിയ പുതിയ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ പുതുമകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ആ ട്രെൻഡിനോട് അല്ലെങ്കിൽ ആ പുതിയ രീതികളോട് ഇടപഴകി പോകാനായിട്ട് നമ്മുടെ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ സ്കില്ലുള്ള നോളജ് ഉള്ള അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റി ഉള്ള എംപ്ലോയീസ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് പുതുമ വന്നിട്ടുണ്ടെങ്കിലും അവർ അതിനോട് അഡ്ജസ്റ്റ് ആയി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതില് എന്താണ് അതിന് അഡ്ജസ്റ്റ് ആയിട്ട് പോകാനായിട്ട് ഇടവരുന്നുണ്ട്. പിന്നെ എന്താ ഡെവലപ്പിംഗ് സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസീസ് ഇൻ എംപ്ലോയീസ്. ഇനി ടാലന്റ് മാനേജ്മെന്റിലൂടെ എന്താണ് ഓരോ ട്രെയിനിങ്ങുകളും ഓരോ പ്രോഗ്രാമുകളും ഓരോ എന്താ സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള വർക്ക്ഷോപ്പുകളായാലും പ്രാക്ടീസുകളായാലും കൊടുക്കുന്നതിലൂടെ അവരുടെ സ്കില്ല് ഡെവലപ്പ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പിറ്റൻസി അല്ലെ, അവരുടെ കോമ്പിറ്റൻസി മത്സരം അല്ലെ. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മത്സരിക്കുന്നത് അല്ലെ. അതൊക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആവാനായിട്ട് ഓരോ സ്റ്റാഫും ഓരോരുത്തർക്കും ബെറ്റർ ആയിട്ട് രീതിയിൽ കമ്പനീസിൽ നിലനിൽക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ കോമ്പിറ്റൻസി ഇംപ്രൂവ് ആവാനായിട്ടും അതുപോലെ തന്നെ അവരുടെ സ്കില്ല് ക്യാപ്പബിലിറ്റി അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റുകള് അവരുടെ നോളജുകളൊക്കെ ഇംപ്രൂവ് ആവാനായിട്ട് രീതിയിലുള്ള പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെയാണ് ടാലന്റ് മാനേജ്മെന്റിലൂടെ കൊടുക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. വായിച്ച് കഴിയുമ്പോൾ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളും കൂടി ഒന്ന് വായിക്കാം കേട്ടോ.
അയച്ചു കഴിഞ്ഞോ? എന്താ മനസ്സിലായ? ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാല് ഓക്കെ, talent management life cycle is a continuous process that deals with the human capital in a comprehensive, holistic way, ensuring that both employees and employer gain the maximum benefit from their mutual association. എന്താണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് that deals with the human capital in a comprehensive, holistic way, ensuring that both employees and the employer gain the maximum benefit from their mutual association. എന്താണ് എംപ്ലോയീസ് അല്ലെ, തൊഴിലാളികളും തൊഴിലുടമ എംപ്ലോയറും അല്ലെ, എംപ്ലോയീസും എംപ്ലോയറും തമ്മിലുള്ള ഒരു പരസ്പര സഹകരണത്തിൽ നിന്ന് പരമാവധി പ്രയോജനം നേടുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സമഗ്രവും സമഗ്രമായ രീതിയിൽ മനുഷ്യ മൂലധനത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രക്രിയയാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ പറഞ്ഞാൽ എന്താണ് എംപ്ലോയീസും എംപ്ലോയറും അല്ലെ, തൊഴിലുടമയും പരസ്പര സഹകരണത്തിൽ നിന്ന് അല്ലെ, അത് പരസ്പരം സഹകരിച്ചുകൊണ്ട് പരമാവധി പ്രയോജനം നേടുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സമഗ്രവും സമഗ്രമായ രീതിയിൽ മനുഷ്യ മൂലധനത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു തുടർച്ചയായിട്ടുള്ള പ്രക്രിയയാണ് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ, ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഓരോ പ്ലാനുകള്, ഓരോ സെക്ഷനുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഓർഗനൈസേഷണൽ പ്ലാൻ. ഓർഗനൈസേഷണൽ പ്ലാൻ ചെറിയ ചെറിയ പോയിന്റ്സുകൾ ആക്കി കൊടുത്തിട്ടുണ്ട് അല്ലെ, ഓരോന്നിന്റെയും ഉള്ളിൽ വരുന്ന പോയിന്റ്സുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താ? defines the categories of people you are going to need in the future to meet or exceed your business plans. എന്താ പറയുന്നേ? defines the categories of people you are going to need in the future to meet and or exceed your business plans. എന്താണ്? ഭാവിയില് നിങ്ങൾ കണ്ടുമുട്ടേണ്ട ആളുകളുടെ വിഭവങ്ങളെ നിർവചിക്കുന്നു അല്ലെ. ഭാവിയില് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ട ആളുകളെയാണ് ഈ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിലൂടെ നമ്മൾ എന്താണ് ടാലന്റ് മാനേജ്മെന്റിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. നമ്മുടെ ഒരുമിച്ച് നമ്മൾ കൂട്ടായി പ്രവർത്തിക്കേണ്ട ആളുകളെയാണ് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, ഭാവിയിൽ ഫ്യൂച്ചറിൽ നമ്മള് കണ്ടുമുട്ടേണ്ട ആളുകളുടെ വിഭവങ്ങളെ നമ്മൾ നിർവചിക്കുന്നുണ്ട്. പിന്നെന്താ? defines the specific skills and skills levels required to each position. എന്താണ്? ഓരോ പൊസിഷനും നമുക്കറിയാം ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് വാക്കൻസീസ് ഉണ്ട്. ഓരോരോ അല്ലെ, മിഡിൽ ലെവല്, ലോവർ ലെവല്, ടോപ്പ് ലെവല്, അങ്ങനെയുള്ള ലെവൽസുകളൊക്കെ നമുക്കറിയാം അല്ലെ. എന്താണ് ടോപ്പ് ലെവലിൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ, സിഇഒ, ജനറൽ മാനേജർ, അങ്ങനെയുള്ള ആളുകളാണ്. മിഡിൽ ലെവലിൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെ. ഇനി ലോവർ ലെവലില് ഏറ്റവും താഴെത്തട്ടിലുള്ള വർക്കേഴ്സുകൾ, കാര്യങ്ങളൊക്കെയാണ് അവിടെയുള്ളത്. ഓക്കെ, അപ്പൊ ഈച്ച് പൊസിഷന്, ഓരോ പൊസിഷനും ആവശ്യമായിട്ടുള്ള സ്കില്ലുകളും അതുപോലെ തന്നെ എന്താ സ്കിൽസ് ലെവൽ നൈപുണ്യങ്ങളും നമ്മള് ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പൊ വർക്കേഴ്സിനുള്ള ഓരോ സ്കില്ലുകൾ, നോളജുകളായിരിക്കില്ല ജനറൽ മാനേജർക്ക് ഉണ്ടാകുന്നത് അല്ലെ. അവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനറൽ മാനേജറിന്റെ സ്റ്റാറ്റസ് ആയിരിക്കില്ല ഡിപ്പാർട്ട്മെന്റിലുള്ളത് അല്ലെ. ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിന്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഡിഫറെന്റ് പൊസിഷനും ഡിഫറെന്റ് റെസ്പോൺസിബിലിറ്റീസും ഡിഫറെന്റ് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ അനുസരിച്ച് അല്ലെ. അപ്പോ ഈച്ച് പൊസിഷനും ഓരോ പൊസിഷനും ആവശ്യമായിട്ടുള്ള സ്കില്ലുകള് ഡിഫൈൻ ചെയ്യുന്നുണ്ട്.
Define the job goals and standards for each position type. ഇനി എന്താണ് ഓരോ ജോബിന് വേണ്ടതായിട്ടുള്ള ഗോൾസുകൾ അല്ലെ അച്ചീവ് ചെയ്യേണ്ടതാണ്. ചില എംപ്ലോയീസിന് എന്താ ടാർഗറ്റുകൾ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ട് വരും ഓരോ പദ്ധതികൾക്കും. അതുപോലെ തന്നെ ഓരോ സ്റ്റാൻഡേർഡ്സുകൾ അല്ലെ മാനദണ്ഡങ്ങള് ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ സ്റ്റാൻഡേർഡ്സുകള് പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാൻ ഡിഫൈൻ ചെയ്യുന്നു. ഓർഗനൈസേഷന്റെ പ്ലാനിൽ വരുന്നതാണ് കേട്ടോ. നമുക്കറിയാം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ വർക്കേഴ്സിനും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള പ്ലാനുകളാണ് ഓർഗനൈസേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഡിറ്റർമൈൻസ് ദ ആവറേജ് കോസ്റ്റ് സാലറി ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഈച്ച് പൊസിഷൻ ടൈപ്പ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ഈച്ച് പൊസിഷന് വേണ്ടതായിട്ടുള്ള സാലറീസ്. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ജനറൽ മാനേജർ സിഇഒന്റെ സാലറി ആയിരിക്കില്ല ഇതിലുള്ളത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മാനേജേഴ്സിനുള്ളത് അല്ലെ. ഈ മാനേജേഴ്സിന് ഉള്ള സാലറി ആയിരിക്കില്ല ഏറ്റവും ലോവർ ലെവലിലുള്ള വർക്കേഴ്സിനുള്ളത്. ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ അനുസരിച്ചിട്ടുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ അതനുസരിച്ചുള്ള കാര്യങ്ങള് ഓരോ പൊസിഷനും അനുസരിച്ചുള്ള സാലറീസ് ആയാലും ബെനിഫിറ്റ്സുകളായാലും എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം, നിർണ്ണയിക്കാം. പിന്നെ എന്താണ്, ക്വാണ്ടിഫൈസ് ഹൗ ലോങ് ഇൻഡിവിജ്വൽസ് റിമെയിനിങ് ഈച്ച് ജോബ് ടൈപ്പ്. അതുപോലെ തന്നെ ഓരോ ജോബ് ടൈപ്പിനും വ്യക്തികള് എത്ര കാലം തുടരുമെന്ന് കണക്കാക്കുന്നുണ്ട്. ഓക്കെ, ഓരോരുത്തരുടെയും ഓരോ കാലവും എത്ര കാലമാണ് അവരുടെ റിട്ടയർമെന്റ് അല്ലെങ്കിൽ അവർ എത്ര കാലം ആ പൊസിഷനിൽ തുടരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ കണക്കാക്കും. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ പ്ലാനിൽ വരുന്നത്. ഒന്നുകൂടി പറയാം. എന്താ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഡിഫൈൻ ദ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ യു ആർ ഗോയിങ് ടു നീഡ് in the future to meet and exceed ബിസിനസ് പ്ലാൻസ്. ഈ ബിസിനസ് പ്ലാൻസ് എന്താണ്, ഭാവിയിൽ നമ്മൾ കണ്ടുമുട്ടേണ്ട ആളുകളെ നമ്മൾ ആ വിഭവങ്ങളെ നമ്മൾ നിർവചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ പൊസിഷനും അല്ലെ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഓരോ പൊസിഷനും ഈച്ച് പൊസിഷന് വേണ്ടതായിട്ടുള്ള സ്കില്ലുകള് സ്പെസിഫിക് സ്കില്ലുകള് നൈപുണ്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നു. മൂന്നാമത്തെ നോക്കിയേ, ഓരോ പൊസിഷനും വേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകള് കോഴ്സുകളും ഡിഫൈൻ ചെയ്യുന്നു. ഈച്ച് പൊസിഷന് സാലറിയും ബെനിഫിറ്റും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് അല്ലെ, നിർണ്ണയിക്കുന്നുണ്ട്. ഓരോ പൊസിഷനും ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് തന്നെ സാലറി ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഇനി എത്ര കാലം ആളുകള്, ലാസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്, എത്ര കാലം ആളുകള് തുടരുമെന്ന് ഉള്ളത് കണക്കാക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ പ്ലാനില് വരുന്നത്. അയച്ചു നോക്കാം കേട്ടോ.
നെക്സ്റ്റ് നോക്കാം കേട്ടോ. റിക്രൂട്ടിംഗ് പ്ലാൻ, രണ്ടാമത്തെ പ്ലാൻ ആണ് റിക്രൂട്ടിംഗ് പ്ലാൻ. Based on the organizational plan, the recruiting plan determines when to begin the recruiting process of a job type in the business plan. എന്താണ് പറയുന്നത്? ഓർഗനൈസേഷൻ പ്ലാനിനെ അടിസ്ഥാനമാക്കി നമ്മൾ ബേസ് ചെയ്തിട്ടുണ്ട് ബിസിനസ് പ്ലാനിലെ ജോലി തരങ്ങൾക്കായിട്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രക്രിയകള് എപ്പോൾ ആരംഭിക്കണമെന്ന് റിക്രൂട്ട്മെന്റ് പ്ലാൻ നിർണ്ണയിക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടി പറയാം. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? നമ്മള് ഓർഗനൈസേഷൻ പ്ലാനിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നടത്തുന്നത്. ബിസിനസ് പ്ലാനിലെ ജോലി തരങ്ങൾക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഓരോ റിക്രൂട്ട്മെന്റുകളും ഓർഗനൈസേഷനിലെ ഓരോ റിക്രൂട്ട്മെന്റുകളും എപ്പോൾ ആരംഭിക്കണം എന്നുള്ളത് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്ലാൻ നോക്കിയിട്ടാണ് നിർണ്ണയിക്കുന്നത്. Identifies the source where you have been most successful in finding each category of an employee. എന്താണ്? ഓരോ ജീവനക്കാരന്റെ ഓരോ വിഭാഗത്തെയും കണ്ടെത്തുന്നതിൽ നിങ്ങൾ ഏറ്റവും വിജയിച്ച ഉറവിടങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എന്താണ്? നമുക്കറിയാം, ഇപ്പോ നമ്മള് പല പല ആഡ്സുകൾ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ വിഭാഗത്തെയും നമ്മൾ ഓരോ വിഭാഗത്തിലും റിക്രൂട്ട് ചെയ്യേണ്ട എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തുന്നത് അല്ലെ. ചിലപ്പോ എന്താണ് സോഷ്യൽ മീഡിയ വഴി ആയിരിക്കാം, ചിലപ്പോ എന്താ ജോബ് പോർട്ടൽ വഴി ആയിരിക്കാം അല്ലെ, അല്ലെങ്കിൽ എന്താ പല പല ആഡ്സുകള് പേപ്പറിലൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെയായിരിക്കാം ഓരോ ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് വേണ്ടതായിട്ടുള്ള സ്കില്ലായിട്ടുള്ള നോളജ് ഉള്ള ആളുകളെ കണ്ടെത്തുന്നത് അല്ലെ. അപ്പോ എന്താണ്? ജീവനക്കാരന്റെ ഓരോ വിഭാഗത്തെയും കണ്ടെത്തുന്നത് നിങ്ങൾ ഏറ്റവും മികച്ച ഉറവിടങ്ങൾ നമ്മള് ഇപ്പോ കൺസൾട്ടേഷൻ ഏജൻസീസ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ആ വിഭവങ്ങള് ആ റിസോഴ്സസുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം, തിരിച്ചറിയാം. പിന്നെന്താ? Familiarize the process of initiating, approving and commencing the recruiting program. ഇനി എന്താ പറയുന്നത്? ഈ റിക്രൂട്ടിംഗ് പ്രോഗ്രാംസിന് അത് ആരംഭിക്കുന്നതും അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക, അതുപോലെ തന്നെ അപ്രൂവിംഗ് അംഗീകരിക്കുന്നതിനുമുള്ള പ്രക്രിയ ഔപചാരികമാക്കുന്നുണ്ട്. ആ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാംസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഔപചാരികമായിട്ടുള്ള പ്രക്രിയ നമ്മൾ നടപ്പിലാക്കുന്നു. പിന്നെ എന്താണ്? ഡിറ്റർമൈൻസ് ബൈ കാൻഡിഡേറ്റ്സ് ഡിസൈഡ് ടു ജോയിൻ or not to join your organization and documents in this information. എന്താ പറയുന്നത്? ഈ നമ്മളെന്താ കാൻഡിഡേറ്റ്സിനെ അത് തീരുമാനിക്കുന്നത് അല്ലെ. ഇപ്പോ ജോയിൻ ചെയ്യണമോ അല്ലെങ്കിൽ നോട്ട് ടു ജോയിൻ ചെയ്യണ്ടേ അല്ലെ. നമുക്ക് ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അവനെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ജോയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യണ്ടേ എന്നുള്ളത്. ആ വിവരങ്ങള് എന്താണ് കാരണം അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്, ഇനി ഞാൻ ലീവായി പോകുന്നതിന്റെ കാരണം എന്താണ്, അത് ഞാൻ ലീവ് ചെയ്തു പോകുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്നത് നമ്മളവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ കാരണങ്ങളും നിർണ്ണയിക്കുകയും ഈ വിവരങ്ങൾ നമ്മൾ അവിടെ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നു. അതാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിൽ പറയുന്നത്. എന്താ പറഞ്ഞത്? എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്? എന്താണ്? ബിസിനസ് ഓർഗനൈസേഷൻ ആ ബിസിനസ് പ്ലാനിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗനൈസേഷൻ പ്ലാൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് ബിസിനസ് പ്ലാനിലെ ജോലി തരങ്ങളിലെ റിക്രൂട്ട്മെന്റ് പ്രക്രിയകള് എപ്പോൾ ആരംഭിക്കണം, റിക്രൂട്ട്മെന്റ് പ്രക്രിയകള് എപ്പോൾ ആരംഭിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് എന്താണ്? എംപ്ലോയീസിനെ നമ്മളെ കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടതായിട്ടുള്ള ഈ കോണ്ടാക്റ്റുകൾ ഉറവിടങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, സോഴ്സുകൾ നമ്മൾ തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഈ റിക്രൂട്ട്മെന്റ് പ്ലാൻസിന് വേണ്ടതായിട്ടുള്ള അത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടും അത് അപ്രൂവ് ചെയ്യുന്നത് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിർണ്ണയിക്കുന്നു. അതുപോലെ തന്നെ കാൻഡിഡേറ്റിനെ ജോയിൻ ചെയ്യിപ്പിക്കണമോ അല്ലെങ്കിൽ അത് എന്താ നോട്ട് ടു ജോയിൻ അല്ലെ, ജോയിൻ ചെയ്യിപ്പിക്കേണ്ടയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാരണം നിർണ്ണയിക്കുകയും ആ വിവരങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിൽ വരുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇത്തരം വരെ എടുക്കുന്നുള്ളൂ. കറക്റ്റ് ആയിട്ട് ഇത് വായിച്ചു നോക്കാം. ഓരോരുത്തരെയും
ഓരോ പ്ലാൻസിന്റെയും അടിയിൽ വരുന്ന ചെറിയ ചെറിയ പോയിന്റ്സുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിക്കാം. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, സ്റ്റാറൊക്കെ ഇട്ടോ എല്ലാവരും? സ്റ്റാറൊക്കെ ഇടാം, പുലിക്കൂടൊക്കെ വെക്കാം, നന്നായിട്ട് ആഘോഷിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.